കോടതിയിൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടി ഉണ്ടല്ലോ. KSRTC പെൻഷൻ മുടങ്ങിയതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും ഒക്കെ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ് തലയൂരാനാവോ സർക്കാരിൻ്റെ ശ്രമം? എന്താണ് അഭിഭാഷകരും മറ്റ് നിയമവിദഗ്ധരും ഒക്കെ പറയുന്നത്? ഇത് ആദ്യമായല്ല KSRTCയും ശമ്പള വിതരണവും അതിൻ്റെ പെൻഷനും ഒക്കെ കോടതിയുടെ പരിഗണനയിലേക്ക്, കോടതിയുടെ വിമർശനങ്ങളിലേക്കും ഒക്കെ വരുന്നത്. സുധീഷ്, സംസ്ഥാന സർക്കാർ ഇത്രയും പ്രതിരോധത്തിലാകുന്നതിന് മുമ്പ് തന്നെ, ഇത്രയും ശക്തമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ KSRTCയുടെ കാര്യം വലിയ കഷ്ടമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്നതാണ്. ശമ്പളം മുടങ്ങുന്നു, അതോടൊപ്പം തന്നെ പെൻഷൻ മുടങ്ങുന്നു. ഇത്തരം ഒരു സാഹചര്യം വർഷങ്ങളായി KSRTCക്ക് വേണ്ടി ജീവിതം ഉപയോഗിച്ച ആ ആൾക്കാർക്കാണ് കൃത്യമായി പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത് കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എത്ര തന്നെ ആയാലും അത് വളരെ പേർ, നമുക്കറിയാം KSRTC പെൻഷൻ ലഭിക്കാതെ ചികിത്സ മുടങ്ങിയവർ, ആത്മഹത്യ ചെയ്തവർ നിരവധി പേരാണ്. ആ ഒരു ഘട്ടത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ചെറിയ പരാമർശം പോലും സർക്കാരിന് വലിയ ആഘാതവും സൃഷ്ടിക്കും. ഇപ്പോൾ പുതിയ മന്ത്രിയൊക്കെ ഗതാഗത വകുപ്പിന് വന്നു എങ്കിൽ പോലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ പെൻഷൻ ശമ്പള വിതരണം സുഗമമാക്കാനുള്ള ഒരു സംവിധാനവും നടത്താൻ സർക്കാരിനായിട്ടില്ല എന്ന യാഥാർത്ഥ്യം തന്നെ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതും. ഉമേഷ്, എന്തായാലും KSRTC പെൻഷൻകാരെ സംബന്ധിച്ച് ഇന്ന് കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ അത് കോടതിക്ക് മുമ്പിൽ പറയാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ സർക്കാർ പറയുന്നത് എന്താണെന്ന് വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരും. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.